ശിവരാത്രി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആലുവ ശിവരാത്രി തന്നെയാകും. ആലുവ ശിവരാത്രിക്കായി ഒരുങ്ങി നിൽക്കുന്ന ആലുവ മണപ്പുറം. അവിടെ നിന്നും ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ശിവരാത്രിക്കായി ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറം. ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അവിടെയുള്ളവർ മാത്രമല്ല, പുറത്തുനിന്നുമൊക്കെ ധാരാളം ആളുകളാണ് ഈ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്നത്. സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാണ് അല്ലേ? ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് മറ്റു ചടങ്ങുകൾ, ആചാരപരമായ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഈ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് നമുക്ക് ആലുവ മണപ്പുറത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം വിവിധ ഇടങ്ങളിൽ നിന്നുമായാണ് നിരവധി പേർ ഇവിടേക്ക് കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ നിരവധി പേർ ഈ കർമ്മം നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഇപ്പോൾ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അർദ്ധരാത്രിയോടുകൂടിയാകും അതിൻ്റെ ഈ ഒരു കർമ്മങ്ങളൊക്കെ തന്നെ ഔപചാരികമായി ആരംഭിക്കുക, അല്ലെങ്കിൽ ബലിതർപ്പണം അടക്കം ഔപചാരികമായി ആരംഭിക്കുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇന്ന് ഞായറാഴ്ച അവധി ദിവസമായതിനാൽ തന്നെയാണ് രാവിലെയോടുകൂടി തന്നെ ഇത്തരത്തിൽ വലിയൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി ശിവരാത്രി വിളക്ക്, അതിനുശേഷം എഴുന്നള്ളിപ്പ്, ഇതിന് ശേഷമാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഔപചാരിക കർമ്മങ്ങളിലേക്ക് കടക്കുക. ഇവിടെ ഓരോ ഇടങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകമായ ബലിത്തറകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൃത്യമായി അവ ഒരുക്കി അവിടെ കർമ്മികൾ ഇവിടെ എത്തുന്നവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അതനുസരിച്ച് ഇവർ ഇവിടെ ബലിയിട്ടതിന് ശേഷം ഈ പുഴയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. പുഴയിൽ കൃത്യമായി ആഴമുള്ള ഭാഗത്ത് ആ വേലി ഒരുക്കിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 116ഓളം ബലിത്തറകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം പ്രത്യേക പൂജകൾ അടക്കം തന്നെ നടക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇവിടെയുള്ളവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? ഞാൻ തിരുവല്ല. നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. ഒരു 8:45 എല്ലാ തവണയും വരുന്നതാണോ? എല്ലാ തവണയും വരുന്നതാ. അപ്പോൾ എങ്ങനെയാണ് തിരക്ക്? നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇന്ന് തിരക്കുണ്ടല്ലോ, ഒരുവിധം തിരക്കുണ്ട്. അപ്പോൾ ഞായറാഴ്ച ആയതിനാൽ തന്നെ, അതായത് അവധി ദിവസം ആയതിനാൽ തന്നെ ആയിരിക്കും ഇത്തരത്തിൽ തിരക്കല്ലേ? അതെ, ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തിരക്കാണ്. അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ തന്നെ ഔപചാരികമായി തുടങ്ങുന്നത് അർദ്ധരാത്രിയോട് കൂടിയാണ്. രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബലി കാര്യങ്ങളൊക്കെ തുടങ്ങും. രാത്രി ഉറക്കം ഒളിച്ചിട്ട് വേണം ബലിയിടാൻ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത്തവണ ഒരു 3 ദിവസം കൂടി കിട്ടുകയാണ് ഈ ബലിയിടാൻ വേണ്ടി. അതെ 3 ദിവസം കിട്ടും. സിന്ദൂരി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ 3 ദിവസം ബലിയിടുവാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. ഇന്ന് നാളെ, ഒപ്പം തന്നെ ചൊവ്വാഴ്ച വാവുബലി ആയതിനാൽ തന്നെ അന്നത്തെ ആ ദിവസം കൂടി ബലിയിടുവാനുള്ള ആ ഒരു അവസരം ഇവിടെയുള്ള ഭക്തർക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ രീതിയിൽ വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് തിരക്ക്? നല്ല തിരക്കാണ്. രാവിലെ തൊട്ടുള്ള തിരക്കാണ്. ഉച്ചകഴിഞ്ഞ് ഭയങ്കര ഇതിനും തിരക്കായിരിക്കും. അർദ്ധരാത്രിയോടുകൂടിയായിരിക്കും തിരക്ക് കൂടും. വരുന്നവരെല്ലാം ഷോക്ക് ചെയ്തിട്ട് തിരക്ക് കൂടും. എങ്ങനെയാണ് ഇതിൻ്റെ കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കർമ്മികൾ 2 പേരുണ്ട്. അവരെ കർമ്മം ചെയ്യുന്നത്. അവർ കർമ്മം ചെയ്യുക, നമ്മൾ ആളെ വിളിച്ചു കൊടുക്കാവുന്നുള്ളൂ. 116ഓളം ബലിത്തറകളാണ്. ഉണ്ട് 116ഓളം ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഈ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. തിരക്ക് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ അങ്ങ് മാറും, പിന്നെ കൂടും. നാളെ വെളുക്കുന്നവരെ തിരക്കാണ്. ഇത്തരത്തിൽ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഇവിടെ ആലുവ മണപ്പുറത്തേക്കുള്ള തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഈ ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടുതൽ പേർ ഇവിടേക്ക് എത്തിച്ചേരും. ഈ 4 മണി മുതൽ തന്നെ കൃത്യമായ രീതിയിൽ ഗതാഗത സൗകര്യങ്ങൾ അടക്കം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഈ ആലുവ പ്രദേശത്തുണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാകും ഇവിടെ ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. ഒപ്പം അധികം മെട്രോ സർവീസുകൾ, കൂടുതൽ KSRTC സർവീസുകൾ, റെയിൽവേയുടെ അധിക സ്റ്റോപ്പുകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഈ മണപ്പുറം ഭാഗത്ത് മാത്രമായി ഏകദേശം 1500-ലധികം പോലീസുകാരെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം പ്രത്യേക
നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുങ്ങൽ വിദഗ്ധരും ഇവിടെ ഉണ്ട്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഭക്തർക്ക് വേണ്ടി ദേവസ്വം ബോർഡ് 2 കോടി രൂപയുടെ ഒപ്പം തന്നെ നഗരസഭ 1 കോടി രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നെയാണ് ഇവിടെ ചടങ്ങുകളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭാഗത്ത് പ്രത്യേകമായി തന്നെ ബലിത്തറകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കർമ്മികൾ ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ ഭക്തർ ആ കർമ്മികളുടെ അടുത്തേക്ക് പോവുകയും കർമ്മികളുടെ നിർദ്ദേശപ്രകാരം പൂജകൾ നടത്തുകയും അതിനുശേഷം ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് കർമ്മങ്ങളൊക്കെ തന്നെയും ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 116ഓളം ബലിത്തറകളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ ബലിത്തറകളുടെ അവിടെയും വലിയ രീതിയിലുള്ള ജനത്തിരക്കും രാവിലെ മുതൽ തന്നെയുണ്ട്. ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ആ തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇനി ഉച്ച കഴിഞ്ഞ് അത് വൈകുന്നേരം അർദ്ധരാത്രിയൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ പേർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ആലുവ മണപ്പുറത്ത് ഈ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി വലിയൊരു ജനത്തിരക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നും നാളെയും ഒപ്പം തന്നെ ചൊവ്വാഴ്ച അടക്കം ഇത്തരത്തിൽ വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സിന്ധൂരി. ശരി, അമൽ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു തിരക്കാണ് ആലുവ മണപ്പുറത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 116ഓളം ബലിത്തറകളിൽ ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാണ്. ഈ ഒരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം കൂടുവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാവിധ ക്രമീകരണങ്ങളോടും കൂടി എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് അവിടെ ഇപ്പോൾ ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അമൽനാഥ് പാടിച്ചാലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.